ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് എനിക്ക് ഒരിക്കലും ഇഷ്ടമുണ്ടായിരുന്നില്ല. മൂത്ത പെങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമിഴ്നാട്, ഇപ്പൊ രണ്ടാമത്തെ പെങ്ങള് പോയത് കൊല്ലം, ഞാൻ പോയത് കോഴിക്കോട്. അപ്പൊ ഉമ്മാന്റെ 3 മക്കളിരിക്കുന്ന അടുപ്പും കല്ലിന്റെ 3 കല്ല് വെച്ച വേറെ എത്ര ഫോൺ പൊട്ടിച്ചിട്ടുണ്ട്? ഒന്നെ പൊട്ടിച്ചുള്ളൂ, പിന്നെ വാങ്ങാൻ കായ് വേണ്ടേ, ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണേ. ആദ്യം റവന്യൂ കിട്ടിയപ്പോ എന്താ ചെയ്തേ? അത് ചെലവാക്കും, അല്ലാതെ പറ്റൂലല്ലോ. ന്യൂഫിലേജൊന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതിയായിരുന്നു. രക്ഷപ്പെട്ടപ്പോ ഈ സെക്കീന എന്ന് പറഞ്ഞ ആള് പറയാണ് മോന്റെയൊക്കെ ഒരു ജാട കണ്ടില്ലേ. അല്ല അതാണ് നോക്ക്. അപ്പൊ നമ്മൾ എന്തിനാ പിന്നെ ഇവരിത് രക്ഷപ്പെടാൻ പറഞ്ഞേന്നായി പോയി. പെണ്ണുങ്ങളെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നു, ഓനെന്റെ ഉമ്മാനെ കാണിച്ചു, പെണ്ണുങ്ങളെ കാണിച്ചു. നമ്മൾ പെണ്ണുങ്ങളൊന്നും തുണിയില്ലാതല്ലോ കാണിക്കുന്നു. നിങ്ങൾ എറണാകുളത്തുനിന്ന് വരുന്നത്, അവിടെ ഒന്നും ഒരാളെ കുറ്റം നോക്കാനുള്ള നേരം കിട്ടൂല. ഇവിടെ ഒന്നും അല്ല, പീടിയമ്മർത്തിരിക്കും. ആ പോണ്ടിട്ടാണ് ഓള് ഇങ്ങോട്ടോ പോണ്ട്, ഓനുണ്ട് പിന്നാലെ. ഇതാണ് ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ആളുകൾ തിരിച്ചറിയുന്നൊന്നും എനിക്കറിയില്ല. എന്നെ പറഞ്ഞ പണ്ടത്തെ പ്രേമകഥ. അന്ന് ഓളിന്ന ആ പെണ്ണിന്റെ വേണ്ടാത്ത ആള്, പിന്നെ ഞാൻ ഒരു എല്ലാരും അറിയല് തുടങ്ങിയപ്പോ മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്താലും ഇല്ലാന്ന് പറയാൻ പറ്റുള്ളൂ. എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ അത് മൊമെന്റ്സ്? പറയല്ലേ, എന്റെ ഉമ്മ പറയലുണ്ട് മാവുള്ളേമേക്ക് കല്ലെറി. കാരണം ഇന്നൊരാള് കുറ്റം പറയണെങ്കിൽ ഞാൻ എന്തെങ്കിലും ആവണ്ടല്ലേ. സത്യം. ഒരു പെണ്ണ് കിട്ടിയതിന് ശേഷം ആ പെണ്ണിന്റെ വാക്കും കേട്ടി അച്ഛനും അമ്മേന് ഒരു കേജിലായി, ഒരു ഇവിടെ വൃത്തിയാക്കി, ഒരു നാശാക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ വല്ല വൃദ്ധസദനത്തിലാക്കുമ്പോ അതൊന്നും ശരിയല്ല. ഇവിടെ ഒരുപാട് നടക്കുന്ന കാര്യമാണ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. നിങ്ങൾ തമ്മില് ഇപ്പൊ ഒരു അളിയൻ കണക്ഷൻ വന്നതിന് ശേഷം നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് എങ്ങനെയാ അതറിയാൻ ഒരു ക്യൂരിയോസിറ്റി. ഈ പേരയില് ഞാൻ പറയട്ടെ, ഈ പേര സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനും അക്ബർക്കും ഇവനൊക്കെ നന്നായിട്ട് ഓടിയിട്ടുണ്ട്. അക്ബർക്ക് കാരണം ഇതിന്റെ എഞ്ചിനീയർ. അപ്പൊ ഞാൻ അധികം ഇവിടെ അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം അവനെ ഏൽപ്പിക്കല്. പിന്നെ ഇതിന്റെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് എനിക്ക് ഒരിക്കലും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതായത് ഇവര് പ്രേമിച്ച് കെട്ടിയതായിരുന്നു. കാരണം അതായത് മൂത്ത പെങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമിഴ്നാട്, ഇപ്പൊ രണ്ടാമത്തെ പെങ്ങള് പോയത് കൊല്ലം, ഞാൻ പോയത് കോഴിക്കോട്. അപ്പൊ ഉമ്മാന്റെ 3 മക്കളിരിക്കുന്ന അടുപ്പും കല്ലിന്റെ 3 കല്ല് വെച്ച വേറെ. ഞാൻ ഉമ്മ പറഞ്ഞിന്റെ അടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ചക്കരനെ കെട്ടിക്കുമ്പോ ഒരു 5 മിനിറ്റ് ദൂരത്തേക്ക് കെട്ടിക്കോളൂ പറഞ്ഞു. ഇപ്പൊ മൂത്തോൾക്ക് 5 മണിക്കൂർ, 9 മണിക്കൂറായി. മൂത്താള് റോമിംഗ് ആണ് ഉമ്മാന്റെതേ, സ്റ്റേറ്റ് വിട്ടിന്റെ പുറത്താണ്. രണ്ടാമത്തെ ആള് ജില്ല വിട്ട് പോയിട്ടുണ്ട്. മൂന്നാമത്തെ ആളെങ്കിലും ഈ പഞ്ചായത്തിന് പ്രശ്നമില്ല, ഈ ജില്ല പാലക്കാട് ജില്ലയിലേക്ക് കെട്ടിക്കണമെന്നായിരുന്നു. ഇവള് പിന്നെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തതിനു ശേഷമാണ് ഇവള് ആ കല്യാണത്തിനൊക്കെ. ഞാൻ കൊറേ ഫോണൊക്കെ എത്ര ഫോൺ പൊട്ടിച്ചിട്ടുണ്ട്? ഒന്നെ പൊട്ടിച്ചുള്ളൂ, പിന്നെ വാങ്ങാൻ കായ് വേണ്ടേ, ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ലൈഫ്? അല്ല ഫോണ് പിന്നെ പിടിച്ചിട്ടില്ല, അത് പിന്നെ ഓൺലൈൻ. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് അത്രയും ഹാപ്പി മൊമെന്റ്സ് തോന്നിയൊരു നിമിഷം ഉണ്ടോ? യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം അത് സംബന്ധിച്ചിട്ടാണെങ്കിൽ നമുക്കിപ്പോ പ്ലേ ബട്ടൺ കിട്ടുന്നതൊക്കെ നമ്മളൊരു ഹാപ്പി മൊമെന്റ്. അങ്ങനെ പിന്നെ ഫസ്റ്റ് റവന്യൂ വരുന്നത്, അതേപോലെ അതൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ, ഒരു മൈൽ സ്റ്റോൺ അല്ലേ നമ്മുടെ. ആദ്യം റവന്യൂ കിട്ടിയപ്പോ എന്താ ചെയ്തേ? അത് ചെലവാക്കും, അല്ലാതെ പറ്റൂലല്ലോ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നോ കുറച്ച് പൊടിക്കൈകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാന് ക്യാപ്ഷനാണ് എല്ലാത്തിന്റെ മെയിൻ. ക്യാപ്ഷനൊക്കെ പറഞ്ഞു കൊടുക്കൽ. ഞാൻ കുറെ ആൾക്കാർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തിക്കണേ. ഇപ്പൊ ലാസ്റ്റ് ഇവിടെ 2, 3, 4, 5, 7 ചാനൽ ഞാൻ തുടങ്ങിക്കണേ. 7ാമത്തെ ചാനൽ 7 സക്സസ്. എല്ലാവർക്കും വരുമാനം വരൽ തുടങ്ങിയപ്പോഴേക്ക് ഇനി നെക്സ്റ്റ് വരും. ഐശ്വര്യം ഉണ്ടല്ലേ? ഐശ്വര്യണ്ട്. ഐശ്വര്യത്തിന്റെ മാത്രമല്ല, കഷ്ടപ്പെടട്ടെ. പക്ഷെ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോ ഇന്നേ വരെ ഞാൻ സപ്പോർട്ട് ചെയ്യാന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നെ കൊണ്ട് ആരെങ്കിലൊക്കെ രക്ഷപ്പെടുകയാണെങ്കിൽ എല്ലാവരും രക്ഷപ്പെടട്ടെ. നിങ്ങളൊരു യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും നിങ്ങൾ ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കാണിക്കാറുണ്ട്. ചിലപ്പോൾ കാണിക്കില്ല. ഒരു 10 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ പോലും ആളുകൾ അത് കണ്ടിട്ട് ജഡ്ജ് ചെയ്യാറുണ്ടല്ലോ. അത് നിങ്ങൾക്ക് വിഷമാക്കാറുണ്ട്? അതെങ്ങനെ നിങ്ങൾ എടുക്കുന്ന രീതി എങ്ങനെയാണ്? എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്കും പ്രശ്നമില്ല. എനിക്കാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? ഭയങ്കര ഡിപ്രഷന്റെ അളവ് ഇവൾക്ക്. അങ്ങനെ എന്തെങ്കിലും കേട്ട്
ശീലം ഇല്ലാത്തതുകൊണ്ട്. ശീലമില്ല. ഓളങ്ങനെ ശീലിച്ച എനിക്ക് എന്റെ റൂമിൽ കിടക്കുമ്പോ തൊയിലുണ്ടാവില്ല. കാരണം നിങ്ങള് കാരണല്ലേ ഞാനത് കേൾക്കുന്നത്. പ്രശ്നമുണ്ടോ? ഞാൻ കമന്റേ വായിക്കാറില്ല. അത് പിന്നെ വായിക്കാറില്ല, അത് കുഴപ്പമില്ല. വിടും. ഓക്കെ, ഇവിടെയാണ്. പക്ഷെ ഇത് ഓക്കെ ആക്കി വരുന്നുണ്ടല്ലോ ആള്. ആര് അതിനൊരു ചാനൽ തുടങ്ങി കൊടുത്തിക്കണേ. അതിലൂടെ പഠിക്കട്ടെ. അല്ലപ്പോ ആ കിച്ചൺ ഇപ്പൊ എത്ര ലക്ഷം, ഞാൻ പറഞ്ഞല്ലോ കിച്ചണാണ് എക്സ്പെൻസ് കൂടുതൽ. ഓളെന്നെ അതിൽ പണിയെടുത്തിട്ട് ആ വരുമാനം ഉണ്ടാക്കി എനിക്ക് തരണം. ചെറിയൊരു വരുമാനം ജോലിക്ക് വായിക്കുകയാണെങ്കിൽ എന്നോട് ചോദിക്കണ്ട. ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇപ്പൊ ഏതായാലും നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഓലിക്കും ഉണ്ട്. ഇപ്പൊ നമ്മള് കേട്ടിട്ട് ഒക്കെ പിന്നെ പഠിക്കാനൊന്നും പോകാനൊന്നും പറ്റിയില്ല. അപ്പൊ ചെറിയൊരു തോതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചോട്ടെ. അല്ല, കുക്കിംഗ് ഏതായാലും ചെയ്യും. കുറെ കുക്കിംഗ് എന്തൊക്കെയോ ഡെസേർട്ടുകളൊക്കെ ഉണ്ടാക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും കുറെ തൊയിലുണ്ടാവും. കാരണം കുറെ അയിമ തിരിഞ്ഞോളൂ എഡിറ്റിംഗ് ആയിട്ടും. ഞാൻ അവനോട് പറഞ്ഞു ഓൾക്കും കൂടി ചാനലോട് ഈ യൂട്യൂബ് അല്ലാതെ നിങ്ങൾക്ക് വേറെ പ്രൊഫഷൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മാറി ചിന്തിക്കാം. ബിസിനസ് ആണ് എന്റെ നെക്സ്റ്റ് പ്ലാൻ. പോലെ നിങ്ങളെ പ്ലാൻ എന്താ? ബിസിനസ് തന്നെ തുടങ്ങണം. അല്ല, ഞാനിപ്പോ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ ഹൗസിന്റെ പണിയാവുകൊണ്ട് അല്ല വീടിന്റെ പണിയാവുകൊണ്ട് അതും പാടെ നമുക്ക് ഒറ്റക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയൂല. അപ്പൊ ഇപ്പൊ എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് സോഷ്യൽ മീഡിയ പോകുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് ഒരു ഷോപ്പിന്റെ പരിപാടിയാണ് നോക്കിയത്. പണിപ്പുരയിലുണ്ട്. ഇതിപ്പോ നിങ്ങളൊരു സാധാരണക്കാരായിട്ടാണ് അത് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് തുടക്ക സമയത്ത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് മാറി ഇപ്പൊ ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ഈ സപ്പോർട്ട് ചെയ്ത ആളുകൾ പതുക്കെ നെഗറ്റീവ് കമന്റ്സ് ഇടാൻ തുടങ്ങിയല്ലോ. വിഷമമായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെന്നെ തിരുത്തി പറയുമ്പോൾ വിഷമമുള്ളൂ. അല്ലാതെ ഇപ്പൊ നമുക്ക് അറിയാലോ, ഇപ്പൊ ഒരാളുടെ ഒരു പേര് വരികയാണ്, സെക്കീന എന്നുള്ളൊരു പേര് വന്ന്. ഈ സെക്കീന എന്നുള്ള ആള് ആദ്യം പറയുകയാണ് നൗഫലൊന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതിയായിരുന്നു. രക്ഷപ്പെട്ടപ്പോ ഈ സെക്കീന എന്ന് പറഞ്ഞ ആള് പറയാണ് ഓൻ്റെ ഒക്കെ ഒരു ജാട കണ്ടില്ലേ. അല്ല, അതാണ് നോക്ക്. അപ്പൊ നമ്മൾ എന്തിനാ പിന്നെ ഇവരിത് രക്ഷപ്പെടാൻ പറഞ്ഞേന്നായി പോയി. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് പറയാൻ നിൽക്കരുത്. നമ്മളെപ്പോഴും ഒരാളുടെ ഉയർച്ചയിലാണ്. ആരാണ് ഇപ്പൊ ഞാനാണെങ്കിലും ആരാണെങ്കിലും ഒരാൾ ഉയർച്ചയിൽ സന്തോഷിക്കാൻ പഠിക്കണം. ഉയർച്ച വരുമ്പോ ഓൻ അങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു പോവാണ്. അതില് ഇപ്പൊ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എന്റെ അമ്മായിക്കാക്കാന്റെ ഒന്നും വകയല്ല. ആർക്കും ആണെങ്കിലും ഇത് തുടങ്ങാം അല്ലേ? എല്ലാവർക്കും തുടങ്ങാം. എല്ലാവർക്കും അതിൽ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തിടാം. പെണ്ണുങ്ങളെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നു. അങ്ങനത്തെയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ഹോം ടൂർ ഇറങ്ങിയതിലൊക്കെ വരുന്ന കമന്റ്സ് അതാണ്. ഓന് കൊട്ടാരുണ്ടാക്കി, ഓൻ എൻ്റെ ഉമ്മാനെ കാണിച്ചു, പെണ്ണുങ്ങളെ കാണിച്ചു. നമ്മൾ പെണ്ണുങ്ങളൊന്നും തുണിയില്ലാതല്ലോ കാണിക്കുന്നത്. നമ്മളൊക്കെ ജസ്റ്റ് ഇരുന്ന്, അതായത് ആൺ പെണ്ണ് വേർതിരിവ് ഓല് അതിൽ കണ്ടുപിടിക്കുന്ന ഒരു സംഭവം അല്ലേ? അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഫുൾ പ്രൈവസി ആയിട്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് വർത്താനങ്ങൾ. പക്ഷെ ആണുങ്ങൾ എപ്പോഴും പെണ്ണുങ്ങൾ അടുക്കളയിൽ തന്നെ. ഓലിക്ക് ഒരു പുറത്തേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് വരാനോ ഒന്നും ആരും ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നേരെ മറിച്ച് ഇപ്പൊ നമ്മൾ ഈ ഒരു ചുറ്റുപാടത്തു നിന്നും നേരെ മറിച്ച് എറണാകുളം ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ രണ്ട് ജീവിത സ്റ്റൈലാ അല്ലേ? നിങ്ങൾ ഇപ്പൊ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. അവിടെ ഒന്നും ഒരാളെ കുറ്റം നോക്കാനുള്ള നേരം കിട്ടൂല. അവരവർക്ക് അവരവരുടെ ടൈം ഫുള്ള് തിരക്കാവും, ബിസിയാവും. ഇവിടെ ഒന്നുമല്ല, പീടിയമ്മർത്തിരിക്കും. ആ പോണ്ടിട്ടോ ഓളെ ഇങ്ങോട്ട് പോണ്ട്, ഓനുണ്ട് പിന്നാലെ. ഇതാണ് ഇത്. എന്ന് മാറണോ അന്ന് നേരാവും. ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്തേ ഒരുപാട് കമന്റ് ഇതിൽ വരണേ വെച്ചാല് നമ്മള് വീഡിയോസ് കാണുന്നത് കൊണ്ടാണല്ലോ അവർക്ക് ഇത്രയും പൈസ കിട്ടിയത്, ഇത്രയും വീട് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ കാണാതിരുന്നാ പോരെ. അപ്പൊ വേറെ ജസ്റ്റ് എന്റെ ഒപ്പീനിയൻ പറയുന്നത്, നമ്മളിപ്പോ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നുണ്ട്, 110, 150, 160 നമ്മൾ സിനിമ കാണുന്നുണ്ട്. നമ്മളെ സിനിമ ആണെന്നുണ്ടെങ്കിൽ ഈ നടന്മാരൊക്കെ എത്ര വലുതാണ്. അപ്പൊ നമ്മൾ അവരാരും വീട്ടിൽ പോയി നമ്മൾ ചോദിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വലിയ കാറ് വാങ്ങുന്നു അല്ലെങ്കിൽ വലിയ വീട് വെക്കുന്നു? നമ്മളെ പൈസ നമ്മൾ ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു ജലസ് അതുണ്ടാവും. ഞാനതല്ല ഇപ്പൊ ഇവൾക്കൊരു ചാനൽ തുടങ്ങിയില്ല. അപ്പൊ ലാസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യില്ല. ഒരാൾ പറയാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യൂല. എന്ത് വെച്ചു നിങ്ങൾക്ക് പൈസ ഇട്ടല്ലേ? പൈസ കിട്ടാ നമുക്ക് പൈസ കിട്ടുന്നതും നമ്മൾ നേരാവണതാണ് ഇപ്പത്തെ പ്രശ്നം. ആ പറയുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് എങ്ങനെ നേരാവാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല, ഒരുക്കും നേരാവാം. പക്ഷെ അപ്പൊ അവര് പറയും ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ വരൂല, അത് അങ്ങനെ ശരിയല്ല എന്ന് പറയും. ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ട്രോള് വരുന്നുള്ള കാര്യം ഷുവറാണ്. എങ്കിലും ഞാനിത് പറയാതിരിക്കുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ വരുന്ന ഹറാമായ പൈസ ആണ് എന്നാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഹറാമാണോ ഹലാലാണോ എന്നൊന്നും എനിക്കറിയൂല. പിന്നെ എന്താണെന്നുണ്ടെങ്കിലും എന്റെ കബറിലേക്ക് ഞാനാണ് പോണത്.
നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യണ്ടേ. പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് പഠിച്ചവനായിട്ട് കാണിച്ചു തന്നൊരു വഴിയാണ് ഈ ഒരു സോഷ്യൽ മീഡിയയും ഞാനും എൻ്റെ കുടുംബം രക്ഷപ്പെട്ടതും എല്ലാ കാര്യങ്ങളും നടന്നു. എനിക്കിതൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ ഇവരെ വിവാഹം നടക്കുന്നുണ്ടാവില്ല, എൻ്റെ വിവാഹം നടക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഈ ജീവിതം തന്നെ ഉണ്ടാവില്ല. പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു വഴി കാണിച്ചു തന്നപ്പോൾ ഞാൻ എൻ്റെ അത് നല്ല വഴിയാണെന്ന് ചിന്തിച്ച് പോകുന്ന ആളാണ്. ഞാൻ എൻ്റെ മാത്രം ശരി നോക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊന്നും നോക്കിയില്ല. ഹറാമ് എന്ന സാധനം അവരത് ഇൻസ്റ്റാളേ ചെയ്യാൻ പറ്റൂല, അങ്ങനെയല്ലേ? അതായത് നിങ്ങൾ അതിന് പൈസ ഉണ്ടാക്കണത് നിരോധിക്കണം എന്ന് പറയുന്നത് അതിൽ വന്നിട്ടാ പറയണത്. അപ്പൊ നമുക്കിത് അറിയൂല കേട്ടോ, ഇതിന്റെ ഫുള്ള് ABCD അറിയൂല. നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയൂല. അങ്ങനെ പോകുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലാതെ നല്ല വശങ്ങൾ അറിയൂല. ജീവിക്കാൻ പഠിച്ചു സോഷ്യൽ മീഡിയ വന്നപ്പോ. ആളുകളോട് പെരുമാറാനും കുറെ പഠിക്കാനും പേടിയും ഒക്കെ മാറി കിട്ടി. ഞാൻ സത്യം പറഞ്ഞ ഒരാളും ഉണ്ടല്ലല്ല. അതായത് ഇതിൽ വന്നപ്പോൾ ഡെയിലി നിത്യന്തരം പല കമന്റ്സും വായിക്കുമ്പോഴൊക്കെ നമ്മൾ എന്താന്ന് വെച്ചാൽ അവരോട് ഞാൻ അത് പറയാം, അങ്ങനത്തെ ഒരു ധൈര്യം വന്ന് പിന്നെ എവിടെ എന്ത് പറയണം എന്നുള്ളത് നമുക്ക് പഠിഞ്ഞ് ഓരോ ആളുകളെ പോയി ഇടപഴകിയപ്പോ അത് പഠിഞ്ഞ് അത് മൊത്തത്തിൽ ലൈഫ് മാറിപ്പോയി. വലിയ കിട്ടലാണ്. ഇപ്പൊ നിങ്ങളൊരു സെലിബ്രിറ്റി പോലെ തന്നെയാണല്ലോ സോഷ്യൽ മീഡിയയില്. അല്ലേ, ഇപ്പൊ പുറത്തിറങ്ങുമ്പോ ആളുകൾ വന്ന് സംസാരിക്കാറുണ്ട്, സെൽഫി എടുക്കാറുണ്ട്. ഒരു ഫാൻ മൂവ്മെന്റ് ഓർത്ത് പറയാൻ പറ്റുമോ? എനിക്ക് ഏറ്റവും വലിയ മൂവ്മെന്റ് ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ഉപ്പനെ ഞങ്ങള് എയർപോർട്ട് കൊണ്ടാക്കുക. അതിന് ഓടി വന്ന് കല്യാണം കഴിഞ്ഞ് പുതുക്ക ഓടി വന്നൊരു പെണ്ണിന്റെ കയ്യിന്റെ പിടിച്ച അമ്മൂസാക്കന്റെ മുമ്പ് അതില് എന്ത് ചെങ്ങായി ഇപ്പൊ കണ്ട പെണ്ണുങ്ങളെ കൂടെ അവർക്ക് അറിയില്ലല്ലോ ഇതിപ്പോ എന്താ സംഭവം എന്നുള്ളത്. അതേമാതിരി എന്റെ അമ്മ അതേമാതിരി ഉപ്പുള്ള ടൈമില് ഇതൊക്കെ മറക്കാൻ പറ്റാത്ത സംഭവം. ഞങ്ങൾ നേർച്ചക്ക് പോയി ഇവിടുന്ന് പനമണ നേർച്ചക്ക്. അങ്ങനെ നേർച്ചക്ക് പോയ ടൈമില് ഉപ്പ ഉണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. അതില് ഉമ്മന്റെ അടുത്ത് വന്നിട്ട് ഒരു പെണ്ണിങ്ങനെ സെൽഫി എടുക്കുക. അതിന് എന്റെ വാപ്പ എന്താ സംഭവം, ഉമ്മയാണെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇതിങ്ങനെ സെൽഫി എടുക്കുന്നുണ്ട്. അത് പോണോടത്തോളം ആൾക്കാർ ഉമ്മനെ ഇങ്ങനെ സെൽഫി എടുക്കുക. അപ്പൊ വാപ്പക്ക് അത് വീഡിയോയിലൊന്നും ഫസ്റ്റ് വാപ്പക്ക് ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനെ വീഡിയോസിലൊന്നും വരുന്നത്. ഇത് വാപ്പക്ക് ഇത് എന്താന്ന് മനസ്സിലായില്ല, നമുക്ക് തന്നെ ഇത് എന്താന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് ഒട്ടേതെല്ലാം നാട്ടിൽ പൊട്ടേന്ന് വിചാരിച്ചു. കാരണം അത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളെ സെൽഫി എടുക്കേണ്ട ആവശ്യം എന്താ വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ എന്നിട്ട് ഉമ്മനോട് അല്ലേ ഉമ്മനോട് വാപ്പ ചോദിക്കുന്നുണ്ട് ഇതെന്താ സംഭവം, എന്തിനാ അന്ന ഫോട്ടോ എടുത്ത് പോണെന്ന്. ഉമ്മ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ ഇത് ആളുകളെ? ഞാൻ പിന്നെ അതല്ല ആലോചിക്കണേ. ഈ എത്ര വരെ പഠിച്ചു? ഞാൻ പ്ലസ് ടു ഫെയിലാ? പ്ലസ് ടു കഴിച്ചു. ഞാൻ DMLT പ്ലസ് ടു കഴിഞ്ഞ് DMLT ഞാൻ ഡയാലിസിസ്. ഓക്കെ. ഞാൻ 10ാം ക്ലാസ് പോയി, പ്ലസ് ടു വരെ പോയിട്ട് പ്ലസ് ടു തോറ്റിക്കണേ. പിന്നെ പരീക്ഷയിലേക്ക് തോക്കുമല്ലോ. അതില് നമ്മൾ ഇത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരെ ഇടയിൽ എന്ത് യോഗ്യതയാണ് നമ്മളെടുത്ത ഒരാൾ വന്ന് സെൽഫി എടുക്കേണ്ടത് ഞങ്ങൾ സ്വയം ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് വലിയൊരു കിട്ടലല്ലേ. അങ്ങനെയൊക്കെ നോക്കുമ്പോ വലിയ കാര്യം തന്നെ. ചില നമ്മൾ സങ്കടപ്പെട്ട നിമിഷങ്ങളില് ഒരിതാ, അതെ, ഇതൊരു പോസിറ്റീവ് നമ്മള് വിൻ ചെയ്തൊരു ഫീൽ നമുക്ക് ലൈഫില് ഭയങ്കര. ഇപ്പൊ ഞാൻ പണ്ടത്തെ കേസ് ഇപ്പൊ പറഞ്ഞവിടെ അടിയാവും. കുഴപ്പമില്ല, പറഞ്ഞോ. അടിയാവില്ലേ? ഞങ്ങളല്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല. ചെയറ് മാറ്റിയിരുത്തോ? അവരെന്താണ് അടിയാ? ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ആളുകൾ തിരിച്ചറിയുന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ പണ്ടത്തെ പ്രേമക്കഥ അന്ന് ഓളിന്റെ ആ പെണ്ണിന്റെ വേണ്ടാത്ത ആള് പിന്നെ ഞാൻ ഒരു എല്ലാരും അറിയല് തുടങ്ങിയപ്പോ മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്താലും ഇല്ലാന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്ന് വല്ലതും നടക്കും. നിങ്ങളിവിടെ ഉണ്ടാവില്ലല്ലേ? ഈ പറയുന്ന ആളെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ഒന്നും ഇഷ്ടമില്ല. തെറ്റൊന്നും കൂടെ മുണ്ടിട്ടുള്ളൂ. ഞാൻ ഭയങ്കര ഒരു വേറൊരു ഫേസ് ഉണ്ട്, മീശ പിരിച്ച വേറൊരു ഫേസ് ഉണ്ട്. ഇഷ്ടമുള്ള ഒരു കാര്യം പറ ആളെ കുറിച്ച്. ആ പാവാന്ന് പറഞ്ഞു. സത്യം നന്നായിട്ട് പാവാണോ? ഞാൻ സത്യം പറഞ്ഞ ഈ ജീവിതകാലം എനിക്ക് വേണ്ടി ജീവിച്ചില്ല, ഇവർക്കൊക്കെ വേണ്ടി ജീവിച്ച. ഇമോഷണലി കൊണ്ടുപോയി. അല്ല, ഞാൻ എനിക്ക് വേണ്ടിട്ട് ജീവിച്ചത് എപ്പോഴാന്ന് അറിയോ? ഞാൻ ഒരു വണ്ടി വാങ്ങിയപ്പോ മാത്രം, ഈ ഒരു കാറ് വാങ്ങിയപ്പോ. വേറെ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചില്ല. പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കൊണ്ടാണ് എനിക്ക് ഇതെല്ലാം ഉണ്ടായി. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണെങ്കിൽ ഞാനിപ്പോ എനിക്ക് കുറെ ആഗ്രഹങ്ങളാണ്. ഇപ്പൊ നമ്മള് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, കാശ്മീർ അങ്ങനെ. പക്ഷെ അതെല്ലാം ഇതിന്റെ ഇടയിൽ കൂടെ നടന്നുപോയി. ആഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓരോരുത്തർ ടൂർ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കൊതിക്കല ടൂറൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും നമുക്ക് പറ്റിയില്ല. അപ്പൊ നമ്മളെന്താക്കി,
അതൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഇന്ന് ഞാൻ കാണാത്ത സ്ഥലങ്ങളില്ല, ദുബായ് വരെ കണ്ടുപോയി. എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ അത് മൊമെന്റ്സ്? പറയല്ലേ, റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പം എനിക്ക് ഇപ്പത്തെ 27 വയസ്സിൽ തോണ്ടുന്നവിടെ എപ്പോഴെങ്കിലും എനിക്കിപ്പോ നേരത്തെ പറഞ്ഞു, എനിക്ക് 27 വയസ്സിൽ എല്ലാവരും ട്രിപ്പ് പോവാണ്, എനിക്കത് പറ്റുന്നില്ല, ഞാൻ കല്യാണം കഴിച്ച കുട്ടിയൊക്കെ ആയി, തമാശ എന്ന രൂപേണ അല്ലെങ്കിൽ അത് വിഷമം. 27 വയസ്സിന്റെ ഒക്കെ മുന്നത്തെ കാര്യം, അതായത് സ്കൂൾ പഠിക്കുന്ന കാലത്തുണ്ടാവുമല്ലോ, അന്ന് ഞാൻ ആകെ കണ്ടത് മലമ്പുഴ ഡാം മാത്ര, വേറെ എവിടേക്കും പോയില്ല. അതായത് അതന്നെ ഏറ്റവും വലിയ ടൂറാ. അതായത് അപ്പോഴൊക്കെ എല്ലാവരും വീഗാലാൻഡിലൊക്കെ പോകുമ്പോ ഉമ്മനോട് പറയും, ഇവിടെ കഞ്ഞിയൊക്കെ പൈസ അല്ല, ഇതിലല്ലേ പറഞ്ഞ ടൂറ് അറിയും. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് ചിന്തിക്കലേ ഇല്ല. ഇവളൊക്കെ പിന്നെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ മാമന്റെ പൈസ പോയി. മാമന്റെ പൈസ അല്ല, മാമന്റെ ഒരു മകള് എന്റെ തൊട്ട് താഴെയായിട്ട് അവള് പഠിക്കണ്, ഞാൻ 4 അവള് 3 അങ്ങനെ പഠിക്കണ്. അങ്ങനെ അപ്പൊ അവളും എല്ലാരും സ്കൂളിൽ നിന്ന് പോണോണ്ട് അങ്ങനെ ഇട്ടാ ഓളൊക്കെ പോയിക്കണേ, പോയിരിക്കുന്നു. ഈയൊക്കെ ടൂർ ഫുള്ള് പോയിട്ടില്ലേ? ഈ ഓളെ പിന്നെ റിച്ചാ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഭയങ്കര റിച്ചാ. പക്ഷെ നമ്മള് ഇപ്പൊ ലൈഫിൽ നമ്മളൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്നുകൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഏത് സിറ്റുവേഷനിലും നമുക്ക് ഇനി ജീവിക്കാൻ പറ്റും. അവിടുന്ന് കിട്ടുന്ന അതാണ് ഈ അവിടുന്ന് കിട്ടുന്ന ഒരു പാടുണ്ടല്ലോ, അതൊരു റിച്ച് ആയിട്ട് ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. എന്റെ നാട്ടിലിപ്പോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണോ ഇല്ലാത്തതുകൊണ്ടാണോ എന്നാലും പറഞ്ഞു പോവാ. അതായത് ഒരു കുട്ടി എന്ന് വെച്ചാൽ ആ കുട്ടീനെ സ്കൂളിൽ നിന്ന് പഠിക്കണതും വിദ്യാഭ്യാസം കൊണ്ട് പഠിക്കണതും പൊതുസമൂഹത്തിൽ നിന്ന് പഠിക്കണതും ഒക്കെ എല്ലാം പഠിക്കണം. അല്ലാതെ വെറും ഒരു കുട്ടീനെ പുസ്തകം മാത്രം പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടി വേറെന്തോ ഒരു കുട്ടിയായി മാറും. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കുട്ടിക്ക് ടർഫ് ഉണ്ടാക്കി കൊടുത്തേക്ക വീട്ടുകാർ. കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ കുട്ടിയുടെ കൾച്ചർ മാറും എന്ന് പറഞ്ഞിട്ട്, അതായത് പുറത്ത് കുട്ടിക്ക് ഒരു ആളുകളോട് ഒരു വർത്താനം ഒന്നുമില്ല, ഒരു ഇമോഷനോ, അതായത് എല്ലാം പഠിക്കണമല്ലോ, ഇതൊന്നുമില്ല. ഒരു അടുത്തൊരാളോട് എങ്ങനെ പെരുമാറണം, ഒരാൾ വന്ന് എങ്ങനെ ബഹുമാനിക്കണം, ഇതൊക്കെ നമ്മൾ കൂടെ നടക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവുള്ളൂ. അതല്ലേ? അല്ലാതെ വെറും പുസ്തകം മാത്രം കൊടുത്ത് ബാക്കിയുള്ള കുട്ടികളുടെ ഇതിലേക്ക് പോയി എൻ്റെ കുട്ടി കേടരുന്ന് ചിന്തിച്ച് നിൽക്കുകയാണെങ്കിൽ ആ കുട്ടി ഇപ്പൊ പീരാന്തനായിട്ട് നടക്കുക. ആ കുട്ടിക്ക് എന്നിട്ട് മാതാപിതാക്കൾ ടർഫ് ഉണ്ടാക്കി കൊടുത്തിക്കണേ, എന്നിട്ട് ആ കുട്ടി ഒറ്റക്ക് നിന്ന് കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് ബംഗാളികളും കൂടി ഇറക്കി കൊടുത്താളേ. അല്ല, ചിന്തിക്കണ അങ്ങനെ. നമുക്ക് ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടേണ്ടതും അതുപോലെ തന്നെ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അല്ലാതെ വെറും പുസ്തകം മാത്രമായി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അങ്ങനത്തെ വെറും പുസ്തകം മാത്രമല്ല, പുസ്തക പുഴുക്കളെ മാത്രമാണെങ്കിൽ വല്ല ബാംഗ്ലൂരൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഒരു ഇങ്ങോട്ട് തിരിച്ചെത്തൂല. ഓല അവിടെ തന്നെ ഇങ്ങനെ കരഞ്ഞു കുത്തിരിക്കണ്ടാവും എൻ്റെ ഉമ്മനെ കാണണേന്ന് പറഞ്ഞിട്ട്. നമ്മളൊക്കെ വെച്ചാൽ എങ്ങനെയെങ്കിലും കള്ളവണ്ടിക്ക് കയറി സംഭവം ശരി തന്നെയല്ലേ? നമുക്ക് പുറത്തുനിന്ന് കിട്ടേണ്ട നമുക്ക് ജനറലായിട്ട് കിട്ടുന്നത് വേണം. അതില് ചിലപ്പോ കുട്ടികൾ കേടരും, അല്ലെങ്കിൽ നന്നാവും. അത് നമ്മള് ഭാഗ്യം പോലെ ഇപ്പൊ മുന്നോട്ടുള്ള ലൈഫ് ഉണ്ടല്ലോ, എപ്പോഴും ഇപ്പൊ നിങ്ങളൊരു ഫാമിലി ലൈഫായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എപ്പോഴും ഹാപ്പി ആയിട്ട് ഈ ലൈഫ് പോകുന്ന സമയത്ത് ആൾക്കാർ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുക, എങ്ങനെ ഇന്നത്തെ കാലത്ത് ഇത്രയും ഹാപ്പി ആയിട്ട് ഒരു ഫാമിലി പോകുന്നത്, എങ്ങനെ ഇരിക്കണേ എന്ന് ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇടുമ്പോൾ നമുക്കൊരു കണ്ണേറ് എന്ന് പറഞ്ഞ പരിപാടിയും വരും. നിങ്ങൾ എങ്ങനെ ഇത്ര ധൈര്യ സമയത്ത് ഉള്ളത് ഹാപ്പി ആയിട്ട് കൊണ്ടുവരുന്നത്? നമ്മൾ മറ്റുള്ളവരെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കി ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ നമ്മളിപ്പോ ഡെയിലി ലൈഫിൽ നമുക്ക് എന്തൊക്കെ നടക്കുന്നുണ്ട്, അതിപ്പോ എനിക്ക് നമ്മളാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ അളിയനാണ്, ഞാനും വിവാഹം കഴിഞ്ഞ ആളാണ്. പക്ഷെ ഇവൻ ഇവിടെ നിൽക്കുമ്പോ ആളുകൾ വെറുതെ ചൊറിയാൻ വേണ്ടിട്ട് പറയും, നിനക്ക് പോവാനായില്ലല്ലോ. അതായത് നമ്മുടെ വീട്ടിലൊരു കാര്യമാണ്, വെറുതെ നിനക്ക് പോവാനായില്ലേ, നിനക്ക് ഇവിടെ വന്ന് നിൽക്കണം. നമ്മള് അത് നിനക്ക് അതായത് നിനക്ക് പോവാനായില്ലേ, നിനക്ക് അതിന്റെ ആവശ്യം അങ്ങനെയല്ല. നമ്മളെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പോനോട് പറയാറുണ്ട്, ഉപ്പയും ഒറ്റയ്ക്കാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി വന്നോ അല്ലെങ്കിൽ കണ്ടു വന്നോ. അതായത് ഇപ്പോൾ ഇവള് പ്രഗ്നന്റ് ആണ്, അപ്പോൾ ഇവള് കെയർ ചെയ്യേണ്ട ടൈമാണ്, എനിക്ക് കെയർ ചെയ്യുന്നതിന് പരിധിയുണ്ട്. അപ്പോൾ അതിന് ഹസ്ബൻഡിൻ്റെതായിട്ടുള്ളതുകളുണ്ട്. അപ്പോൾ ഓൻ എന്തായാലും ഇത്രയും ലോങ് ആവുകൊണ്ട് ഓൻ എന്തായാലും ഇവിടെ നിൽക്കല്ലാതെ വേറെ മാർഗമല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ എൻ്റെ ഒരുപാട് വർക്കുകൾ നടക്കുകയാണ്. അപ്പൊ അതിൽ കമന്റ്സ് വരും, നൗഫൽ അവിടെ പോയിട്ട് കുറെ നിൽക്കില്ലല്ലോ എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ വർക്കുകളും ജോലികളും എന്നെ സംബന്ധിച്ചുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നിജാസ് ആണെങ്കിൽ നിജാസ് ഒറ്റ മോനല്ല, വാപ്പുണ്ട്, ഒരു അനിയനുണ്ട്, എല്ലാ ആണുങ്ങളായിട്ട് കുറെ ഉണ്ട്. പക്ഷെ ഞാനിവിടെ ആണായിട്ട് ഒന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരു കുടുംബത്തിന്റെ ആണെങ്കിലും
മൊത്തം ചുമതല എനിക്ക് അറിയണ്ടേ. അപ്പൊ പിന്നെ എനിക്ക് അവിടെ പോയിട്ട് ഒരു മണിക്കൂർ പോലും നിൽക്കാനുള്ള നേരം കിട്ടലില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരില്ല. അപ്പൊ പിന്നെ അതാണ് ചില ജീവിതശൈലി പലരും മാതിരിയാവും. അല്ലാതെ ഇവന്റെ മാതിരി എനിക്കാവണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കൂല. അതാണ്. അപ്പൊ ഞാൻ നാട്ടുകാർ ശരിക്കും നമ്മളെ അവനാന്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ചാൽ തന്നെ ഹാപ്പി ആയിരിക്കും. അതാണ്. ഞങ്ങൾ ആരും നോക്കല്ലേ, ഞങ്ങളുടെ കാര്യം മാത്രം നമുക്ക് നമ്മളെ ഡെയിലി കാര്യങ്ങൾ നോക്കുന്നു. നമ്മളെ ഒരു 24 മണിക്കൂർ 10 മിനിറ്റ് പങ്കുവെക്കുന്നു. എപ്പോഴും ചിന്തിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരിക്കലും നമ്മളിപ്പോ ഒരു 10 മിനിറ്റിന്റെ വ്ളോഗ് ആണെന്ന് വെച്ചാല് ആ 10 മിനിറ്റ് അല്ല അയാളെ ലൈഫ്. അതിലേക്ക് കുറെ കാര്യങ്ങൾ നമ്മള് വിലയിരുത്തരുത്. ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ആൾക്കാർ കാണുന്ന ഒരു 10 മിനിറ്റിൽ എന്തൊക്കെയാണ് കാണുന്നത് അതൊക്കെ വിലയിരുത്തിയിട്ട് നമ്മളെ പിന്നെ ആ രീതിയിൽ നമ്മളെ ഇമാജിൻ ചെയ്യും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പൊ അതിന് പിന്നിലുള്ള ഫ്ലാഷ് ബാക്ക് ഒരു BTS ഉണ്ടല്ലോ, അത് എന്താണ് ചിന്തിക്കുന്നില്ല. പക്ഷെ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവർ ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. പിന്നെ അത് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങള് തുറന്നു വെച്ചിട്ടുണ്ട്. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. ഈ 2025 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നല്ല വർഷമാവട്ടെ. ഒരുപാട് നല്ല വർഷമാണ്. ഇൻകേസ് നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. കാരണം നമ്മളെ ദുഃഖം കാണാനും നമ്മളെ വിഷമം കാണാനും ഒരുപാട് പേരുണ്ട്. ശരിയല്ലേ? ഇപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കാണ് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് അത് എപ്പോഴും എനിക്ക് മനസ്സിലായെന്ന് അറിയാം. ഞാൻ ഈ വീടിന്റെ വീഡിയോസ് കുറെ ഇട്ട് കഴിഞ്ഞപ്പോ, നല്ല വീഡിയോസിൽ ഇട്ട് കഴിഞ്ഞപ്പോ ആളുകൾ പറയുന്നതാണ് ഫുള്ള് നെഗറ്റീവ്. കാശിന്റെ അഹങ്കാരം കണ്ടോ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എന്റെ ഉപ്പ ഹോസ്പിറ്റലിലായിട്ടപ്പോ എന്തൊക്കെ കൊണ്ട് മാറി. അപ്പോഴും എന്റെ അടങ്ങേറ് കാണാൻ ആഗ്രഹിക്കുന്നേ. ആൾക്കാർ ചോദിക്കും ഇപ്പൊ ഒക്കെ അല്ലേ ജീവിതം, ഹാപ്പി അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഹാപ്പി അല്ല, പ്രശ്നമാണ് നമ്മള് പറഞ്ഞാൽ ആണോന്ന് ചോദിച്ച് നമ്മള് തിരിയുമ്പോ അവര് ചിരിക്കും. നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങളൊരു സ്റ്റാറ്റസ് ഇടുകയാണ്, വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടുകയാണ്. അതായത് ഒരു ഇനാഗുറേഷൻ സാധനം നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ ഒരാൾ നിങ്ങൾക്ക് മൈൻഡ് ചെയ്യില്ല. നേരെ മറിച്ച് കരയണ രണ്ട് സിമ്പിൾ ഇട്ടു, എടി എന്താണ് ഈ പ്രശ്നം, ആൾക്കാർക്ക് അറിയാനുള്ള അതാണ് ക്യൂരിയോസിറ്റി. തമ്പനയിൽ തന്നെ എഴുതുകയാണ് എന്റെ വീട്ടിൽ ഇന്നത് സംഭവിച്ചു, ആ സംഭവിച്ചത് എന്താന്ന് അറിയാനാ വരിക. അതേമാതിരി എന്റെ വീട്ടിൽ കല്യാണം നടന്നു, ഒരു മനുഷ്യൻ ടൂർ പോയി നോക്കിയൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. എന്റെ വീട്ടില് ഓൾ അങ്ങനെ, അതായത് എന്താണ് പെങ്ങളും നാത്തൂനും പൊരിഞ്ഞടിയെന്ന് വെച്ചാൽ അതായത് പെങ്ങളും, അതായത് നാത്തൂനും പെങ്ങളും അല്ലെ അമ്മായിമ്മ പോരാണെന്ന് പറഞ്ഞിട്ട് അത് ആളുകളെ മൈൻഡ് അങ്ങനെ കുറെ പഠിക്കാൻ പറ്റി. പക്ഷെ ഞാൻ ഇതൊക്കെ പറയുമ്പോ ആളുകൾ പറയാൻ തരാം ഓനെ അഹങ്കാരം കൂടിയെന്ന് പറയാം. അഹങ്കാരമല്ല, ഞാൻ റിയൽ ലൈഫിൽ ഇപ്പൊ നടക്കുന്നത് മാത്രമേ പറയുന്നു. നമുക്ക് അഹങ്കാരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അത്രേ ഉള്ളൂ. സത്യം. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ അതേ പോസിറ്റീവ് എനർജി ഉണ്ട്. കാരണം ഈ ഉയർച്ചയുള്ള സമയത്താണ് ഈ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരിക. അത് അത്രമാത്രം ചിന്തിച്ചാൽ മതി. ഇനി ഈ വർഷം ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. ഈ പറഞ്ഞ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് സക്സസ്ഫുള്ളി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ, ബേബി വരട്ടെ, ഒരു ഹെൽത്തി ബേബി തന്നെ വരട്ടെ. എല്ലാവിധ ആശംസകളും നേരാണ്. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന സമയത്ത് തന്നെ പോസിറ്റീവായിട്ട് ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. നിങ്ങൾ ഇപ്പോഴും സ്നേഹിക്കുന്ന ആളുകളുണ്ട്. നാണയത്തിന് രണ്ടു വശമുള്ളത്. തീർച്ചയായും അല്ലേ? അത് അങ്ങനെ കണക്കാക്കിയാൽ മതി. നെഗറ്റീവ്, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് പോസിറ്റീവ് മാത്രമാണെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. പക്ഷെ നെഗറ്റീവ് എന്തായാലും വരും. പക്ഷെ ആ നെഗറ്റീവ് നമ്മൾ ഉയർച്ച വരുമ്പോൾ ചെയ്യുമ്പോഴാണ് അത് പ്രശ്നം വരിക. കാരണം ഈ പോസിറ്റീവ് പറഞ്ഞ ആൾക്കാരെ നെഗറ്റീവ് അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്, സോഷ്യൽ മീഡിയയിൽ നിൽക്കുക ചെയ്യരുത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി വരുമ്പോഴേ ഈ നെഗറ്റീവ് ഇടുന്നവരെ നമ്മളെ വീണ്ടും തേച്ച് മിനിക്കൊണ്ടിരിക്കണം. നമ്മൾ അത്രത്തോളം മൂർച്ച വിടുകയാണ്. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് വരുമ്പോ ഞാൻ ആസ്വദിക്കല. കാരണം എന്റെ അമ്മ പറയലുണ്ട് മാവുള്ളേമയൊക്കെ കല്ലെറി. കാരണം ഇന്നൊരാള് കുറ്റം പറയണെങ്കിൽ ഞാൻ എന്തെങ്കിലും ആവണ്ടല്ലേ. സത്യം. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലേ, ഞാൻ ഇതിപ്പോ രണ്ടാമട്ടം പറയാട്ടോ. അതായത് എനിക്ക് വീട് വെക്കുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട സാധനങ്ങൾ ഇതൊക്കെ, ഈ കീഴ്പ്പെട്ട് നോക്കി പെരുമാറി, അല്ലെങ്കിൽ തലം മറന്ന് എണ്ണ തേക്കരുത് ഒക്കെ. ഈ കുടുംബത്തിൽ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും സ്വന്തം ഫ്രണ്ട്സിൽ നിന്നാണെങ്കിലും എന്തിനാണ് എത്ര വലിയ വീട് വെക്കണമെന്ന് ഒക്കെ ചോദിക്കുന്നതാ. എടാ എന്തുകൊണ്ട് വെക്കണ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ആരും ചോദിച്ചിട്ടില്ല ഇന്നേ വരെ. എടാ പൈസ ഉണ്ടോ, എന്താ പാടിന് നോക്കട്ടെ നമുക്ക് സെറ്റാക്കാം, അങ്ങനെ ആരും പറയില്ല. അവന്റെ അഹങ്കാരം അവൻ ചെയ്യട്ടെ എന്ന് പറയുള്ളൂ. അപ്പൊ എന്നിട്ട് നമ്മളിത് ചെയ്ത് കാണിച്ചു തന്നെ ഈ പറയുന്ന ആൾക്കാർ പെണ്ണുങ്ങളെ മക്കളെയും കാണിച്ചിട്ടല്ലേ എടുത്തോട്ടെ, അപ്പോഴും നമ്മൾ അംഗീകരിക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നെ 1000 കുടത്തിന്റെ വാമൂടാൻ പറ്റും, മനുഷ്യന്റെ വാമൂടാൻ പറ്റത്തില്ല. അതിനൊക്കെ ആലോചിച്ച് കൊണ്ടുവന്നു. അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങളോട് നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയത്. ഈ നേരത്തെ പറഞ്ഞ 2025 വർഷം ഇനി അങ്ങോട്ട് നല്ല വർഷമാവട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ
സക്സസ്ഫുള്ളി നടക്കാൻ വേണ്ടി ആശംസിക്കുകയാണ്. അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന പ്രേക്ഷകരുണ്ട്, ഒരു കൂട്ടം പ്രേക്ഷകർ ഇപ്പോഴും ഉണ്ട്, അവരോട് ലാസ്റ്റ് എന്താ പറയാ? ലാസ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഇപ്പം നല്ലൊരു ലൈഫാണ്. വിചാരിക്കാത്ത ജീവിതം ഒക്കെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതായത് പെങ്ങന്മാരായാലും അവരുടെ സന്തോഷങ്ങളായാലും എന്താ നമ്മൾ എപ്പോഴും നിങ്ങളോട് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, എന്താണ് നമ്മൾ നമുക്കായിട്ടും നമ്മുടെ കുടുംബത്തിനായിട്ടും ജീവിക്കുക. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നു നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സത്യം പറഞ്ഞ മാതാപിതാക്കളൊക്കെ വൃദ്ധസദനത്തിലൊക്കെ ആക്കണ സമയമാണ്. നമ്മളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൗത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കും എന്ന് പറയണേക്കാം. പക്ഷെ ഈ പച്ചലക്ക് ഒരു കുറച്ച് കഴിഞ്ഞാൽ ഓലും പൗത്തിട്ട് ഓലും വീഴും, അതാരും ചിന്തിക്കൂല. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ പൊതുവേ നടക്കണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കും. വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം പക്ഷെ മക്കൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പേരൻസായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാവൂല. പുറത്തൊക്കെ നിർത്തിയാവും പഠിപ്പിക്കുക. എന്നിട്ട് ഈ മക്കൾ എന്താവും പുറത്തു പോയി വല്ല അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ ആവും പെണ്ണ് കിട്ടി അവിടെ സെറ്റിൽഡ് ആവും. പക്ഷെ ഈ മാതാപിതാക്കള് ഈ അനാഥ പ്രേതത്തിനും ഈ രണ്ട് കസാലയിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഓലിക്ക് ഒരു തുള്ളി വെള്ളം മരിക്കാൻ നേരത്തെ ഒരു തുള്ളി വെള്ളം കിട്ടാനോ വലിയ വീടുണ്ടാവും, അതിലെന്താ കാര്യമുള്ളു? കാരണം സ്വന്തം മക്കള് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഇപ്പൊ ഞാൻ ഏജ്ഡായി, നിങ്ങൾ ഏജ്ഡായി, നിങ്ങളുടെ മക്കളും എല്ലാവരും ഉള്ള ടൈമിൽ നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യ. അല്ലാതെ ആരും ഇല്ലാതെ ഒരു തുള്ളി വെള്ളം കിട്ടാതെ അവിടെ നിന്ന് മരിച്ചിട്ട് അവിടുന്ന് കുറേ പൈസയും വീഡിയോ കോളും വിളിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവും? അങ്ങനെയല്ല. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വേണം. അല്ലാന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെയും കൂടി കാനഡയിൽ കൊണ്ടുപോകണം, അതല്ലേ വേണ്ടി. അല്ലാതെ ഒരു പെണ്ണ് കിട്ടിയതിന് ശേഷം ആ പെണ്ണിന്റെ വാക്കും കേട്ടി അച്ഛനും അമ്മേന് ഒരു കേജിലായി ഒരു ഇവിടെ വൃത്തിയാക്കി ഒരു നാശാക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ വല്ല വൃദ്ധസദനത്തിലാക്കുമ്പോൾ അതൊന്നും ശരിയല്ല. ഇവിടെ ഒരുപാട് നടക്കുന്ന കാര്യമാണ്. അപ്പൊ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, നമ്മളെ മാതാപിതാക്കളെ നമ്മുടെ വീട്ടുകാരെയൊക്കെ നോക്കി സുഖമായിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഉയർച്ച ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ.